താനാരാ? ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഒരു മനുഷ്യനില്ല, ഫോൺ പോലും എടുക്കാൻ. നിങ്ങളൊക്കെ എവിടെ പോയി കിടക്കായിരുന്നു? അതാ ചോദിക്കുന്നത്, താനാരാന്ന്. എന്നെ മനസ്സിലായില്ല? ഇല്ല. സഹദേവൻ, കോൺസ്റ്റബിൾ സഹദേവൻ. ഓ, ജോർജ് കുട്ടി കേസിലായി സസ്പെൻസിലായി നാട്ടുകാരുടെ ഇടിയുണ്ട്, വീട്ടിൽ ചൊറിയും. അല്ല, ഇപ്പൊ എന്താ ഇവിടെ? ജോർജ് കുട്ടി കേസ് പുനരന്വേഷിക്കുന്നുണ്ട്. ഓ, അത് ശരി. ഞാനും ആ കേസ് അന്വേഷിക്കാൻ കൂട്ടത്തിലുണ്ട്. കമ്മീഷണർ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. സാലൂട്ടൊന്നും ചെയ്യണ്ടോ? തന്നെ അല്ലടോ, അവിടെ കമ്മീഷണർ വരുന്നത്. ഗുഡ് മോർണിംഗ് സാർ. ഇതെന്താ നഴ്സറി സ്കൂളാ? നേരെ പറയണോ? മതി. നകുലല്ല സഹദേവൻ. എന്തായാലും ഒരു ദേവനാണല്ലോ. പിന്നെ നമ്മുടെ ഈ ജോർജ് കുട്ടിയുടെ കേസ് എന്താ? ജോർജ് കുട്ടിയുടെ സേഫ് നമുക്ക് കുത്തി പൊളിക്കണ്ടേ സാർ? ജോർജ് കുട്ടിയുടെ കേസ് നമുക്ക് കുത്തിപ്പൊക്കണ്ടേ? അതിനാണല്ലോ തന്നെ കൊണ്ട് വിളിച്ചു വരുത്തിയത്. പിന്നെ ഈ വരുണ്ട കേസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ എന്തോ ഒരു ലീഡ് നമ്മുടെ സോമ്പിള്ളക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയ? എന്താ സാറേ, വരുണിന്റേതാണെന്ന് സംശയിക്കുന്ന ചിതാകംസം കിട്ടിയിട്ടുണ്ട്. അല്ല, മാംസോ അല്ല, സമോസ. ഇയാൾ എന്തൊക്കെയാ പറയണത്? എടോ, ഇത് ആരാന്നറിയോ? കമ്മീഷണറാണ്. പഠിച്ചിട്ട് പറയണം. പേടിച്ചിട്ട് തെറ്റിയതാ. സോറി സാർ, അച്ഛൻ മരിച്ചു കിട്ടിയ ജോലിയല്ലേ? അങ്ങനെ പലരും പറയും ഞാൻ ടെസ്റ്റ് എഴുതി തന്നെയാ കയറിയത്. അല്ല സാർ, അദ്ദേഹത്തിന് അച്ഛൻ മരിച്ചു കിട്ടിയ ജോലിയല്ലേ? അതുകൊണ്ട് ഇത്രയൊക്കെ ബുദ്ധി പ്രതീക്ഷിച്ചാൽ മതി. സാർ, അഗസ്റ്റ് ഫാസിലെ കിട്ടിയിട്ടുണ്ട്. അല്ല, പകുതി ഫോസിൽ കിട്ടിയിട്ടുണ്ട്. ആരുടെ? വരുണിന്റെ. എവിടെന്ന്? ജോർജ് കുട്ടിയുടെ പറമ്പിൽ. അപ്പൊ പിന്നെ പഴയ വല്ല പശുവിന്റെ കാളയുടെ ഒക്കെ ഇതായിരിക്കും. അല്ല സാർ, പിന്നെ ഞാൻ നക്കി നോക്കി. ഞാൻ പട്ടി കൊണ്ട് മണത്ത് നോക്കി. എന്തായാലും ഒന്ന് എടുക്ക് കാണട്ടെ. സാർ നോക്കണം, സാർ നോക്കണം സാർ. കിഴങ്ങാ? തന്നെ അല്ലടോ. എടോ, ഇത് കിഴങ്ങാണെന്ന്. അയ്യോ, ഇത് എല്ലല്ലേ സാറേ? എടോ, ഇതല്ല, ഇതിന്റെ പേരാണ് കൂവക്കിഴങ്ങ്. കൂവക്കിഴങ്ങ്? അപ്പൊ നമ്മൾ എന്തോ സാർ എന്ത് ചെയ്യാനെന്നാ? ഒരു കാര്യം ചെയ്യ്, താൻ അകത്തോട്ട് ഇത് പുഴുങ്ങി തിന്ന്. ഞാൻ മാത്രമോ? താൻ മാത്രമാക്കേണ്ട, ബാക്കിയുള്ള ഇവിടെ ഉള്ള കിഴങ്ങന്മാർക്കും കൊടുത്തോ. അപ്പൊ സാറിന് ഒരു പ്ലേറ്റ് എടുക്കട്ടെ. അതെ, കോള് വരുന്നു. അയ്യോ, ഗീത. ഹലോ. ഗീത, ഞങ്ങളുടെ കിഴങ്ങിന്റെ കാര്യം മറ്റേ വരുണ്ട കാര്യം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കായിരുന്നോ? ഇവിടെ എത്തിയോ? ഓക്കെ ഗീത, അകത്തേക്ക് വരൂ, ഞങ്ങളിവിടെ ഉണ്ട്. ആരാ സാറേ? ഗീതം കിഴങ്ങനും വരുന്നുണ്ട്. അല്ല, മറ്റേ ഗീതം പ്രഭാകരൂടെ വരുന്നുണ്ടെന്ന്. ആകെ പുഴി നിൽക്കുകയല്ലേ? Thank you. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലുക്ക് മിസ്റ്റർ. താങ്ക് യു. നല്ല ലുക്കാന്നല്ലേ പറഞ്ഞേ? ലുക്ക് മിസ്റ്റർ തോമസ്. യെസ്. ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവുകയാണ്. പറ്റിയ സമയമാണ്, അവിടെ യുദ്ധം നടക്കുകയാണ്, ചെന്ന് കയറിക്കോ. സാർ, അമേരിക്കയിൽ യുദ്ധമില്ല സാറേ. അമേരിക്കയിൽ റഷ്യയും യുക്രൈനും തമ്മിലാണ്. എന്നെ പഠിപ്പിക്കാൻ നോക്കട്ടെ, ഞാൻ തന്നെ സീനിയർ. അല്ല സാർ, ഇത് പത്രത്തിലൊക്കെ അല്ല, ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാക്കണ്ട. ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ മകൻ വരുൺ എന്താണ് സംഭവിച്ചെന്ന് എനിക്ക് അറിയണം. അതിപ്പോ അമേരിക്ക പോയാലും അറിയാൻ പറ്റുള്ളൂ സാർ. അതെങ്ങനെ? ഞങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ ഞങ്ങൾ മെയിലേക്കാം. അത് ശരിയാണല്ലോ. അപ്പൊ അതാ നല്ലത്. ബാ ഗീത, ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ കൂടിയിരിക്കുന്നിടത്ത് പെണ്ണിന്റെ പേരെന്നെ വിളിക്കരുതെന്ന്. പ്രഭാകര. അതാണ് സാറേ പ്രഭാകരൻ. പ്രഭ, അത് മതി. ഓക്കെ തോമസ്, ഇതുവരെ കേസിന് ഫർദർ അപ്ഡേറ്റ്സ് വല്ലതും ഉണ്ടോ? അല്ല, നമ്മൾ ഈ കേസുമായിട്ട് ലീഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മുടെ സോമ്പിളെ കിട്ടി. പക്ഷെ പുള്ളി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സോമ്പിളെ. യെസ് മാഡം, വരുണിന്റേതാണെന്ന് സംശയിക്കുന്ന ചിതാ പപ്സ് കിട്ടിയിട്ടുണ്ട്. അല്ല, പപ്സല്ല, സമൂസ. മറ്റതില്ല. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. കുറെ നേരമായല്ലോ. ലുക്ക് മിസ്റ്റർ, ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവുകയാണ്. ആണോ? അതൊരു കാര്യം ചെയ്യോ, ഒരു കുപ്പി അച്ചാർ തരാം, തിന്നാതെ എന്റെ മോൾക്കൊന്ന് കൊടുക്കാമോ? അവൾ അമേരിക്കയില. അല്ല, എന്റെ ബാഗിൽ ലഗേജ് കൂടുതലാണ്. ഗീതയുടെ ബാഗിൽ ഒരു അച്ചാർ. അല്ല, അച്ചാറിന്റെ കേസ് നടക്കില്ല, ഈ കേസ് നടക്കട്ടെ. ഓക്കെ. എന്താ തോമസ്, ഇതുവരെ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലേ? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രം കുറ്റപ്പെടുത്തരുത്. ഞങ്ങളെ ഭാഗത്ത് തെറ്റല്ല. ഓരോ സമയം ഈ ഫോഴ്സിലെ ജോർജ് കുട്ടി ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? അതെ, ജോർജ് കുട്ടി അവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറും 4ാം ക്ലാസ്സുകാരൻ നാട്ടുമ്പുറത്തുകാരന്റെ ബുദ്ധി അല്ല.
എന്താ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും കേൾക്കണ്ടേ? അല്ല ഫ്ലോയ്ക്ക് പറയണം ഗീത, പറഞ്ഞു. പറയേ. പിന്നെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ വിനയചന്ദ്രൻ എന്ന സിനിമാക്കാരനെ കൊണ്ട് അവൻ എഴുതിപ്പിച്ച തിരക്കഥ മാത്രം. ഇതൊക്കെ വിശ്വസിച്ച നിങ്ങളാണ് മണ്ടന്മാര്. എന്റെ ഗീത, ഈ തിരക്കഥ ഞങ്ങളും വിശ്വസിച്ചിട്ടില്ല. പിന്നെ സോമപിള്ളക്ക് ഇതുമായിട്ടുള്ള എന്തോ ഒരു തിരക്കഥ കിട്ടിയിട്ടുണ്ട്, അതറിയില്ല. സോമപിള്ള സാർ ഒരു തിരക്കഥ ജോർജ് കുട്ടിയുടെ വീട്ടിൽ നിന്നും മറ്റൊരു തിരക്കഥ കിട്ടിയിട്ടുണ്ട്. അപ്പോ എന്റെ വരുണുമായി ബന്ധപ്പെട്ട തിരോധാനം ഒരു പക്ഷേ ഈ കഥയിലായിരിക്കാം. പെട്ടെന്ന് വായിക്ക. പാഠം ഒന്ന്. അല്ല അല്ല സീനൊന്നും സീൻ ഒന്ന് കണ്ണും കാണത്തില്ലല്ലോ. സ്ക്രിപ്റ്റ് പൂജയാന്ന് തോന്നുന്നു. സാറ് വായിരു സാറേ. ഞാൻ വായിക്കാം. സീൻ 1, പാറമട. എന്റെ വരുണ്ട തിരോധാനം നടന്ന സ്ഥലം. അതെ, തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കായിരുന്നു എന്റെ യാത്ര. ഇതൊക്കെ അവന്റെ കുറ്റസമ്മതമാ. Yes. വായിക്ക്. അങ്ങനെ മൺവെട്ടി കഴുകാനായി ഞാൻ ആ പാറമടയിലെത്തി. മമ്മട്ടി കുടിച്ചിട്ട് മമ്മട്ടി 21 സാർ. റൈറ്റ്. അപ്പോഴാണ് ആ മഞ്ഞ കളറിലുള്ള മഞ്ഞ കാറ്, എന്റെ വരുണിന്റെ സ്വന്തം കാറ്. അല്ല, അങ്ങനെയല്ല, ആ മഞ്ഞ കളറിലുള്ള പാവാടയെടുത്ത് ദാക്ഷായണി നിന്ന് കുളിക്കുന്നത് എന്നെ കണ്ടതും അവൾ ചോദിച്ചു, ഈ മുതുകൊന്ന് തേച്ച് തരാമോ എന്ന്. അപ്പൊ ഗോപു, അത് തെറ്റല്ലേ ചേച്ചി? ഉടനെ ദാക്ഷായണി, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല ഗോപു. അല്ല, ഒരു മകനെ നഷ്ടപ്പെട്ട അച്ഛന്റെ മനസ്സിലൊരു കിന്നാരത്തുമ്പി ഉണ്ടാവില്ലേ? അല്ലെ, ഒരു വിഷമം ഉണ്ടാവില്ലേ? അങ്ങനെ പറഞ്ഞു പോയതാ, ക്ഷമിക്കണം കേട്ടോ. എന്താണോ ഇത് സാർ? ഒരു 2 ദിവസത്തെ ലീവ് വേണം. എന്തിനാ? ഇതൊന്ന് വായിച്ചു പഠിക്കാൻ. ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവാ. ഈ അമേരിക്ക കൊണ്ട് തോറ്റ് എന്റെ ഗീത. ഈ അമേരിക്ക കണ്ടുപിടിച്ച ആളെ വേണം ആദ്യം കൊല്ലാൻ. തോമസ്, അവിടെ നിന്ന് ക്ലാസ് എടുക്കാണ്ട് ഇവിടെ വന്ന് കേസ് പറ. എന്റെ ഗീത, ഇതിനുള്ള എല്ലാ ലീഡ്സും കെട്ടിക്കഴിഞ്ഞു. ഞങ്ങളിത് നമ്മുടെ ജോർജ് കുട്ടിയുടെ ഫാമിലിയെ പൊക്കാൻ വേണ്ടി രഘുവിനെ അയച്ചിട്ടുണ്ട്. സാറേ, അവരെ ഒരു 30 സെക്കൻഡ് ഇരിക്കുന്ന അവരെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം. പിന്നെ 2 വർഷം കിട്ടിയിട്ട് താനൊന്നും ചെയ്തില്ല, പിന്നെ 30 സെക്കൻഡ്. സർ, വരുൺ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ജോർജ് കുട്ടിയുടെ ഭാര്യയും മക്കളും കൊണ്ടുവന്നിട്ടുണ്ട് സർ. വെരി ഗുഡ്. ഓഹോ, തള്ളേക്കാലും അങ്ങ് വളർന്ന മക്കളുണ്ട് ഇല്ലേ? ഞാൻ തിരിച്ചറിയത്തില്ലെന്ന് കരുതി അല്ലടി സാറേ. ഇപ്പൊ 30 സെക്കൻഡ് ഞങ്ങളെ കൊണ്ട് ഞാൻ പറയും. സഹദേവൻ, വേണ്ട, കുട്ടികളെ അങ്ങനെയൊന്നും ചെയ്യണ്ട. മോളെ ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവുകയാണ്. ഹാപ്പി ജേർണി സർ. താങ്ക് യു മോളെ. അല്ല, അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ മകൻ വരുൺ എന്താണ് സംഭവിച്ചെന്ന് എനിക്ക് അറിയാനായൊരു ഇത്ര ഇമോഷണൽ ആവണ്ട. എന്താന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു മനസ്സിലാക്കാം. അതല്ല, എന്റെ മകനെ എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരുന്ന് മിക്സ് ചെയ്യാൻ സാറേ. വരുണേ, വരണേ. വന്നു. അതല്ല, എന്റെ മകൻ വരുണിനെ ഞാൻ വിളിച്ചു പോയതാ. മോളെ ഇങ്ങോട്ടിരിക്കും. ഇവിടെ ഇരിക്കേ സാറേ. ഒരു 30 സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ? ഓക്കെ മോളെ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞ മോളെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. കേട്ടല്ലോ? സത്യം പറ, ഏത് പള്ളിയിലാണ് നിങ്ങൾ അന്ന് ധ്യാനത്തിന് പോയത്? ഓപ്ഷൻ ഉണ്ടോ സർ? സർ 50-50 ആയാലും മതി സർ. സർ ഫോണെ ഫ്രണ്ട് ആയാലും. ഫോണെ ഫ്രണ്ട്? ആരാ ഫ്രണ്ട്? ഞങ്ങളുടെ അച്ഛൻ ജോർജ് കുട്ടി. കണ്ടോ, അവൻ പഠിപ്പിച്ചു കൊണ്ട് വിടുത്തേക്കായിരിക്കും. സാറേ. ഒരു 30 സെക്കൻഡ് നിൽക്കേ. ഓപ്ഷൻ കൊടുത്തോക്ക, ഇപ്പൊ തെളിയിക്കണം. കണ്ടോ കേട്ടോ മോളെ? ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ കരുനാഗപ്പള്ളി, ഓപ്ഷൻ ബി ആതിരപ്പള്ളി, ആൻഡ് ഓപ്ഷൻ സി പാറേപ്പള്ളി. കരുനാഗപ്പള്ളി വഴി, ആതിരപ്പള്ളി വഴി, പാറേപ്പള്ളി പോയി. സാറേ, ഒരു 30 സെക്കൻഡ്. മോളെ, ഈ ഓഗസ്റ്റ് 2-ാം തീയതി സാറേ, വെള്ളം കൊടുക്കരുത്. കൊടുക്കില്ല. ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്. കൊടുക്കില്ല. സാറേ, എനിക്കൊരു 30 സെക്കൻഡ് എടുത്തോ. ഒരു 30 സെക്കൻഡ് എടുത്തോ. സാറേ, എനിക്കൊരു ഓഗസ്റ്റ് 2-ാം തീയതി ഇവിടെ ചോദിക്കുമ്പോ നീ അവിടെ ആൻസർ പറയരുത്. പറഞ്ഞു കേട്ടല്ലോ, പഴയ സഹദേവനല്ല ഞാൻ. ഓഗസ്റ്റ് 2-ാം തീയതി ഓക്കെ. ഓഗസ്റ്റ് 3-ന് തലേ ദിവസം നീയൊക്കെ എവിടെയായിരുന്നു? ആ ദിവസം നീ എവിടെയായിരുന്നു എന്നുള്ള കാര്യം മണി പോലെ പറഞ്ഞോണം. നിന്റെ അച്ഛൻ പറഞ്ഞു വിട്ട കാര്യങ്ങൾ തത്ത പറയുന്ന കണക്ക് പറയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ സഹദേവനെ നിനക്കറിയത്തില്ല. പഴയ സഹദേവനല്ല ഞാൻ. പറഞ്ഞോട്ടല്ലോ.
ഞാൻ കുറച്ച് നേരം അവിടെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്. ഏയ് വെള്ളം സഹദേവൻ. ഏയ് സഹദേവൻ, എന്താണിത്? എഴുന്നേറ്റ് മാറ് കൊച്ചേ. എന്താ, എന്ത് പറ്റി? ഒന്ന് മാറ്. സഹദേവൻ ഇവിടെ ഇരുത്ത്. എന്താ പറ്റിയത്? സൈതാവ കൂൾ. സഹദേവൻ, ബി പി കുറയാണോ? കുഴപ്പമില്ല. ഞാൻ ചോദ്യം ചെയ്യണോ? സാർ ഞാൻ ചോദിക്കാം. ഓക്കേ. പറയണേ. ഏയ് അവിടെ അല്ല, ഇവിടെ. പറയണേ. ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ പാറപ്പള്ളി പോയിരുന്നു സാർ. അല്ലാതെ ഇതിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല സാർ. എന്നോട് സഹദേവൻ, എന്താ സഹദേവൻ? ബി പി ഷൂട്ട് ഔട്ട് ആയതാണ്. സഹദേവൻ, പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ പരിപാടിക്ക് പോരും. ഞാൻ പറയട്ടെ. Be cool. സഹദേവൻ, ഞാൻ നാളെ അമേരിക്കയിലേക്ക് തല കറങ്ങിയിരിക്കുമ്പോ തലപ്രാന്ത് കൂടെ പറയും. വിളിച്ചോണ്ട് പോകും മാഡം. പ്രഭേ എന്താ ഇത്? സോറി. ഇതെല്ലാം അവനെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നതാണ്. അതെ മാഡം. നിങ്ങൾ പറഞ്ഞോ മേഡം പറയൂ. വെറും 4-ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി അല്ല അവന്. അതെ, നിങ്ങൾ ആരും കാണാത്ത ഒരു വൃത്തികെട്ട മുഖമുണ്ട് ജോർജ് കുട്ടിക്ക്. ഇതാരാ? ജോർജ് കുട്ടി. അയ്യേ, ഇതാണോ ജോർജ് കുട്ടി? ഞാൻ പറഞ്ഞില്ലേ ഒരു വൃത്തികെട്ട മുഖമുണ്ടെന്ന്. അതായത് താനെന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓഗസ്റ്റ് 2-ാം ഞങ്ങൾ തീയതി പാറപ്പള്ളി ഗ്രാമത്തിൽ പോയ സാർ. എന്തിനാണ് സാർ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. അപ്പൊ കോട്ടയത്തെ അത് മറ്റൊരു കൊച്ചു കുടുംബം. അപ്പൊ കൊല്ലത്ത് അത് വേറൊരു കൊച്ചു കുടുംബം. അപ്പൊ അമേരിക്കയിൽ അമേരിക്കയിലും കൂടെ ഒരു കുടുംബം, അത്രേ ഉള്ളൂ. ഇവിടെ തനിക്ക് എത്ര കുടുംബമുണ്ട്? മൊത്തം 4 കുടുംബം. ആ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കയറി വന്നു. നീ അല്ലടാ ക്ഷണിക്കപ്പെടായി 4 കുടുംബത്തിൽ ചെന്ന് കയറി കൊടുത്തത്. സാർ കളിയാക്കരുത്. നിങ്ങളുടെ അത്രയും ഹൃദയവിശാലതയൊന്നും എനിക്കില്ല സാർ. 4 കുടുംബം നോക്കണ ഇവൻ ഇല്ലെന്ന്. ഹൃദയവിശാലത. സാറേ ഇവരെ ഒരു സ്മൂത്ത്നെസ്. സഹദേവൻ, വേണ്ട. ജോർജ് കുട്ടി ഒന്നും ചെയ്യണ്ട. എന്താ ഇത്? സാർ, നിങ്ങളൊരു വലിയ മനുഷ്യനാണ് സാർ. അല്ല, നിങ്ങളാണ് വലിയ മനുഷ്യൻ. ആ ജോർജ് കുട്ടി, ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് എന്റെ മകൻ വരുൺ എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ടല്ലോ. ഏത് ഒരു ഇത് ഏത് ഒരു ഇതുണ്ടാവുമല്ലോ. അത് ഏതാ? വിഷമം. ആ വിഷമം കൊണ്ട് ചോദിക്കുക. ഞങ്ങൾ ഇന്നലെ ഒരു ജോത്സ്യനെ കാണാൻ പോയപ്പോ ജോത്സ്യം പറഞ്ഞു വരുണിന്റെ ആത്മാവ് ഇവിടെ ഗതി കിട്ടാതെ അലയുകയാണെന്ന്. അതുകൊണ്ട് അവന്റെ ബോഡി എവിടെയാണെന്ന് ഒന്ന് പറയണം ജോർജ് കുട്ടി. അല്ല, ഈ ആത്മാവുണ്ടെന്ന് എങ്ങനെയാ കണ്ടുപിടിച്ചത്? കബഡി നിരത്തി ജോത്സ്യം കണ്ടുപിടിച്ചു. ആ കബഡി നേരത്തെ തന്നെ ബോഡിയും കണ്ടുപിടിച്ചൂടെ? ആ അത് നേരാണല്ലോ ഗീത. പ്രഭേ നേരല്ല ഗീത. യെസ് സർ. കമൻ. സർ, ലാബിലേക്ക് അയച്ച വരുണിന്റെ DNA റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. എന്താ റിപ്പോർട്ട് പ്രകാരം കൊല്ലപ്പെട്ടിരിക്കുന്നത് വരുൺ തന്നെയാണ് മാഡം. എടാ ജോർജ് കുട്ടി, നീ എന്റെ മോനെ കൊന്നല്ലടാ. എടാ പക്ഷെ ഒരു പ്രശ്നമുണ്ട് സർ. എന്താ ഒരു പ്രശ്നം? സർ അത് എന്താ അത്? ഞാൻ എന്താന്ന് വെച്ചാ പറ. എന്താന്ന് വെച്ചാ പറഞ്ഞു തുലയ്ക്കാ. സാർ, DNA റിപ്പോർട്ട് പ്രകാരം ആ. മരിച്ച വരുണിന്റെ അച്ഛൻ ഈ നിൽക്കുന്ന പ്രഭാകർ സാറല്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിലും വന്നുവല്ലേ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി? ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവുകയാണ്. നാളെ എന്താടാ ഇന്ന് തന്നെ പോയി എന്തിനാണ് ഇറങ്ങുന്നേ? ഇറങ്ങോട്ട്. അല്ല, അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് തനിക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തേ, ഒന്ന് പോയി തരാമോ? അതല്ല, അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് വരുണിന്റെ യഥാർത്ഥ തന്ത ആരാന്ന് എനിക്ക് ഇപ്പൊ അറിയണം. പ്രഭ പ്രഭാകരൻ.